ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഇന്ന് പോകുന്നത് ഷാർജയിലാണ്. അങ്ങനെ ഇന്ന് ദുബൈയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സംസം മന്തി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അവിടുത്തെ സ്പെഷ്യൽ മന്തിയാണ് കഴിച്ചത്. അറബിക് ഡിഷാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടെ ഉള്ളത് സായിദിൻ്റെ വൈഫാണ്. സായിദിൻ്റെ വൈഫ് ദുബൈയിൽ വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ലുക്കിമത്തും നല്ലൊരു പുതിന ഇട്ട സുലൈമാനിയും കിട്ടി. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി. നല്ല ലൈറ്റ് ഉണ്ടായതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ അവിടുന്ന് നേരെ ഷാർജയിലേക്ക് പോയി. ഞങ്ങൾ ഇന്ന് വന്നത് ഷാർജ അക്വേറിയം കാണാന്, പിന്നെ ഷാർജ മാരിടൈം മ്യൂസിയത്തിലേക്കാണ്. കൂടെയുള്ളത് ഐമാനാണ്. ഓനുണ്ടായതുകൊണ്ട് കുറച്ച് ഐറിഷു നല്ല ഹാപ്പിയിലുണ്ടായിരുന്നു. അവിടെ എൻട്രിയിൽ ഒരു പാർക്ക് ഉണ്ടായി ചിൽഡ്രൻസിന്. അവിടെ കുറച്ച് നേരം ഐറിഷിനെ കളിപ്പിച്ചിട്ടായിട്ടാണ് അക്വേറിയം നോക്കാൻ പോയത്. ഐറിഷിന് 2 വയസ്സാണ് അത്ര. അപ്പോൾ ഓൾക്ക് കളിക്കാൻ തുടങ്ങിയ പ്രായമാണ്. ഇപ്പോൾ വേറെ പാർക്കിൽ കണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എത്തും. ഓൾക്ക് വരാൻ ഭയങ്കര മടിയാണ് പാർക്കിന്ന്. അങ്ങനെ ഓളെങ്ങനെയല്ലേ വെച്ചിട്ട് കൊണ്ടുവന്ന് ഇവിടെ ഫസ്റ്റ് എൻഡിൽ തന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിനി. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോസ് എടുത്ത്. മീത്ത ഫുള്ളോ പടിയെല്ലാം വെച്ചിട്ട് ഇത് റൂം പോലാണുള്ളത്. ഇവിടുന്ന് ഫുള്ള് നടന്നിട്ട് നമ്മ ഇവിടുന്ന് താഴേക്ക് പോകുമ്പോൾ ഇത് മീത്ത ഫുള്ള് ഗ്ലാസ് ഉണ്ട്. അപ്പോൾ താഴെ ഫുള്ള് നമ്മുടെ തലന്റെ മീത്തില് ഗ്ലാസ് ആണല്ലോ. അപ്പോൾ ഗ്ലാസ്സിലെല്ലാം ഇങ്ങനെ ഡോൾഫിനെല്ലാം പോകുന്ന ഇങ്ങനെ അടുത്ത് നമ്മൾ കാണുമോ. കുറെ ഡിഫറെന്റ് മീനെല്ലാം ഉണ്ട്. പേരെല്ലാം എന്റെ താഴെ എത്തുണ്ട്. ഐറിഷക്ക് നല്ല പാങ്ങായിന്. ഓളിങ്ങനെ എല്ലാ ഫിഷിനെല്ലാം അടുത്തുനിന്ന് കാണുന്നുണ്ട്. ഓക്ക് നല്ല എൻജോയ്മെന്റ് ആയിനന്ന്. അതിൻ്റെ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കളിച്ചുകൊണ്ടെല്ലാം കൊണ്ടുപോയി. കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ ഓരോരോ മീനോ ഓരോരോ അക്വേറിയത്തിലോ ഒന്നിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഐറിഷിനെ നല്ല കളിപ്പിച്ച് ഞാൻ പറഞ്ഞ സ്ഥലത്തി. ഞാൻ പറഞ്ഞിട്ട് നേരത്തെ നമ്മളെ തലൻ്റെ മീത്തെ ചില്ലിൽ ഓടിയിട്ട് ഫിഷിനെ കാണുമെന്ന്. അതായത് ഈ സ്ഥലമാണ്. അത് ഇത് ഒരു പാങ്ങടേന് ഈ സ്ഥലമോ. അങ്ങനെ ഐറിഷു ഇങ്ങനെ എന്ത് വരുന്നേ ഇല്ല. മേലോട്ട് നോക്കിയിട്ടുള്ളു. അതിലൊക്കെ ഉണ്ടായിരുന്നുള്ളു. കുറച്ച് ഞാനോളെ അവിടെ നിർത്തിച്ചിട്ട് കളിപ്പിച്ച്. നല്ല ആളുണ്ടായിരുന്നവ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഫോട്ടോ വീഡിയോസ് എടുക്കാനും കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ സ്ഥലത്ത് ഇതാ ആളില്ലാത്തായ ഞാൻ വിചാരിച്ച് ഈ സമയത്ത് നമുക്ക് ഫോട്ടോ എടുത്തറായിരുന്നു. ഞങ്ങൾക്ക് വീഡിയോ കിട്ടി. അങ്ങനെ അതെ ഞാൻ പറഞ്ഞിട്ട് കുറേ ആളുണ്ടെന്ന്. ഇവിടെ ചിൽഡ്രൻസിന് ഡ്രോയിങ് വരക്കാനുള്ള ഒരു പ്ലേസ് ആവ വരച്ചിട്ടായിട്ട് അത് സ്ക്രീനിൽ പേപ്പർ വെച്ചിട്ട് വരച്ചിട്ട് കുറെ പ്രിന്റ് ആക്കിയിട്ട് സ്ക്രീനിൽ കൂടിയിട്ട് കാണിക്കും. നമ്മൾ ഡ്രോയിങ് ആക്കിയ പിക്ചർ നമ്മൾ വരച്ച മീനിതാ പോകുന്ന ഐറിഷോ ഐമന്നീത്തുണ്ട്. അങ്ങനെ അമ്മ അത് അവിടെ ഡ്രോയിങ് എല്ലാം കഴിഞ്ഞിട്ട് വന്ന് അടുത്ത് പിള്ളോ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് അതിന് പിക്ചർ കളറാക്കാൻ. അതായത് സ്ക്രീനിൽ കാണുമ്പോൾ പിള്ളേർക്കൊരു മജാല. അങ്ങനെ അമ്മ അവിടുന്ന് അതിലെ നടന്നിട്ട് നമ്മ ഇതാ മേലോട്ട് പോകുന്നുണ്ട്. താഴെയല്ലേ. അപ്പൊ നമ്മൾ ലിഫ്റ്റിൽ കയറിച്ച് പോയത്. അങ്ങനെ മുകളില് പുറത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മ പിന്നെയും കാണുന്നത് അക്വേറിയം തന്നെ വേറൊരു സ്ഥലത്തൊക്കെ എത്തിയത്. ഇവിടെ എല്ലാവരും ഇത് സ്റ്റാർ ഫിഷിനെല്ലാം പിടിക്കുന്നുണ്ടായിന്. എന്തോ ആക്കുന്നില്ല സ്റ്റാർ ഫിഷ്. എന്നിട്ടിതാ ഈ സംഭവം കണ്ട. ഇവിടെ പറയാൻ നടക്കാൻ മാത്രമുള്ള സ്ഥലം. ബാക്കി ഫുള്ള് വെള്ളം ഫിഷ്. ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് പുറത്തേക്കല്ലാതെ വേറൊരു റൂമിലേക്ക്. അതായത് പിന്നെയും ചിൽഡ്രൻസിന് ഗെയിം. അതിൻ്റെ ഉള്ളിൽ അയമാനെ കയറ്റിയിട്ട് ബാബി ഓന് ഫുള്ള് സ്റ്റിക്കേഴ്സെല്ലാം ഒട്ടിച്ചിട്ട് കൊടുക്കുന്നല്ലോ എനിക്ക്. അങ്ങനെ ഐറിഷ് കയറ്റാകുമ്പോൾ ഐറിഷിനും ഞാൻ അങ്ങനെ ആക്കി കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിഞ്ഞിട്ട് നമ്മൾ പോയത് മ്യൂസിയം കാണാൻ. ഇവിടെ അറിയാൻ എന്തുമില്ല, പണ്ടത്തെ കഥ ഫുള്ള് പണ്ടത്തെ. അതായത് പണ്ട് ഫുള്ള് മീൻ മുടിക്കാൻ പോയ കുറേ സാധനവും അങ്ങനെ എന്തെല്ലോ കുറേ ബോട്ട് അങ്ങനെ കുറേ മനുഷ്യന്മാരെല്ലാം ഇങ്ങനെ ബിംബത്തെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പണ്ട് നാണയം, അതായത് നാണയം വെക്കുന്നില്ലേ, ആ നാണയം അങ്ങനെ എന്തെല്ലാം കുറേ സാധനം. എനിക്ക് മനസ്സിലായിട്ടാ പോയിട്ട് കയറി അല്ലാതെ വേറെ എന്തൊക്കെ മനസ്സിലായില്ല. പക്ഷെ എന്തെല്ലാം പറഞ്ഞതിന് പണ്ടത്തെ ഇതെന്നല്ലോ. ഞാൻ ആകിട്ട് ഇളക്കി. ഇതില്ല ഒരു കഥ. അതായത് ഓള് പാർക്കിലേക്ക് കയറ്റുമ്പോൾ അതിൽ മാത്രം ഇരിക്കാൻ ഓളെ കൊണ്ട് കഴിഞ്ഞിട്ടാ. ലാസ്റ്റ് ഓൾ അതിൽ ഇരുന്നിട്ടാവ അവിടുന്ന് വന്നത്. അവിടുന്ന് വരുമ്പോൾ ഇരുട്ടായി. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് എന്നിട്ട് ഞങ്ങൾ വീണ്ടും നാച്ചുറൽ പാർക്കിലേക്ക് പോയി. ഇവിടെ ഐറിഷ് കളിച്ച് ഞങ്ങളുടെ പാർക്കിൽ ഇരുന്നിട്ട് ഓള് കളിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയത് ഡേപ്പുട്ടിയിലേക്ക്. ഇവിടെ നോക്കിയെങ്കിൽ പുട്ട് ബിരിയാണി, പുട്ട് ഇറച്ചി, പുട്ട് മസാല, ഗോതമ്പ് പുട്ട്, സാദാ പുട്ട്, ഉഴുന്ന് പുട്ട്, ഇങ്ങനെ എന്തെല്ലാം പുട്ടില്ലാതെ കളിയില്ല. എന്ത് മേങ്ങണ്ടേന്ന് കൺഫ്യൂസ് ആയിട്ട് ലാസ്റ്റ് എന്തെല്ലാം മേങ്ങി. അങ്ങനെ അമ്മ അടുത്ത് കഴിച്ചിട്ടായിട്ട് ഇറങ്ങി. നല്ല വാങ്ങണ്ടേനവ. നമ്മ കാണുമ്പോൾ വാങ്ങണ്ടല്ല വിചാരിച്ചു. നാട്ടിൽ നിന്ന് ഉമ്മാക്കി തരുന്ന പുട്ട്. അതായത് നാട്ടിൽ നമുക്ക് ഉമ്മാക്കി തന്നു കഴിഞ്ഞാൽ അതൊന്നല്ല എനിക്ക് ഇഷ്ടമല്ല പുട്ട്. അപ്പം അത്രയുള്ള ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യാം.